പറഞ്ഞത്, ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഭർത്താവിന്റെ സുന്നത്താണ് ഭാര്യയും കൊണ്ട് ഹജ്ജിന് പോകാവ. മാതാപിതാക്കളിൽ ഒരാൾ എതിർത്താൽ പോലും അവരെ എതിർത്തിനെ പരമാവധി അവസാനിപ്പിക്കുക, അഡ്ജസ്റ്റ് ചെയ്യുക, അവരെ സന്തോഷിപ്പിക്കുക. ഇനി എതിർത്താൽ പോലും അത് വിഷയമാവില്ല, പോകണം എന്നർത്ഥം. ഖാല റജുലുൻ, ഒരാൾ ഹബീബായ നബിയോട്, സ്വഹീഹുൽ ബുഖാരി, ഒരാൾ ഹബീബായ നബിയോട് പറഞ്ഞു, ഇന്ന യുദ്ധത്തിന് പോകാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ട്, എൻ്റെ പേരുണ്ട്, എന്നെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് ഹബീബായ നബിയോട് ഒരാൾ വന്ന് പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി, എന്നാൽ വഖറജത് ഇംറഅതി ഹജ്ജ, എൻ്റെ പെണ്ണ് ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് നബിയെ, ഞാൻ ഇന്ന യുദ്ധത്തിൽ എൻ്റെ പേരുണ്ട്, യുദ്ധത്തിന് പോകേണ്ട പേരിൽ എൻ്റെ കൂട്ടത്തിൽ പേരുണ്ട്, ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഭാര്യയ്ക്ക് ഹജ്ജിന് പോകാനും താല്പര്യമുണ്ട്, എന്താ വേണ്ടത്? ഫഖാല റസൂലുള്ളാഹി, ഹബീബായ നബി പറഞ്ഞു, ഇദ്ഹബ്, ഹജ്ജിന് പോകെ, ഫഹജ്ജുജ് ബിഹാ, അവളോടുകൂടെ ഹജ്ജ് ചെയ്യ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന്. യുദ്ധത്തിന് വേണ്ടി വരേണ്ട ഒരാളെ പോലും ഭാര്യയെ കൂടെ ഹജ്ജിന് പോകാൻ വേണ്ടി റസൂലുള്ള യുദ്ധക്കളത്തിൽ നിന്ന്, യുദ്ധത്തിന് പോകേണ്ട സൈന്യത്തിൽ നിന്ന് മടക്കിയച്ചു എന്ന് സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം. ഭാര്യ ഭർത്താവും രണ്ടാളും ഒപ്പം ഹജ്ജിന് പോകാന്നൊക്കെ പറഞ്ഞ് വളരെ നല്ല കാര്യമാണ്. നമ്മുടെ ഇടയിൽ ഒരു പരമാവധി കഴിയുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യേണ്ടത്, പരമാവധി കഴിയുമെങ്കിൽ. ഇന്നൊരു രീതിയുണ്ട്, ഭർത്താവ് ഒറ്റക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഭാര്യയെ ഒറ്റക്കെന്ന് പറഞ്ഞേക്കും. അതൊന്നും ഒരു നല്ല രീതിയല്ല, അല്ലേ അങ്ങനല്ലേ, അങ്ങനല്ലേ ഉണ്ട്. പരമാവധി കഴിഞ്ഞ് മോശം നല്ല പറഞ്ഞു, എങ്കിലും പരമാവധി അങ്ങനെയാണ്. ആ സഫറിൽ അവളുടെ തഅബൊക്കെ നമ്മളാണ് ഏറ്റെടുക്കുക, അതന്നെ വലിയൊരു കഫാറത്തായിരിക്കും. കാരണം നമ്മൾക്ക് വേണ്ടി ഈ ജീവിതം മുഴുവൻ തന്ന ഒരു പെണ്ണല്ലേ, ആ പെണ്ണിൻ്റെ എല്ലാ കാര്യവും ഹജ്ജിലെ തഅബ്, ബുദ്ധിമുട്ട് നമ്മളിങ്ങോട്ട് ഏറ്റെടുക്കുക. അതെല്ലാവരും പ്രധാനമായി ശ്രദ്ധിക്കുക, ഞാൻ നിർത്തി പറയുന്നില്ല. അതേപോലെ തന്നെ പ്രധാനമായി ചിന്തിക്കുക. എത്ര നിബന്ധന പറഞ്ഞു? 6 പറഞ്ഞില്ലേ? 6 പറഞ്ഞു, 5 പിന്നെ പറഞ്ഞു. അതിൻ്റെ ബി പാർട്ടാ പറഞ്ഞത്. 6-ാമത്തത് കേട്ടോളൂ. ഓക്കെ, അതിന് ചെലവഴിക്കുന്ന ധനം ഖാലിസായ ഹലാലായിരിക്കുക. ഉറപ്പ് അതാ വേണ്ടത്. ലിയഹ്രിസ് അൻ തകൂന നഫഖതുഹു ഹലാലൻ ഖാലിസൻ ഹത്താ മിന ശുബ്ഹതി. മനസ്സിലാവണില്ല? പറഞ്ഞുതരാ. പൂർണ്ണമായി ഖാലിസായ ഹലാലാകണം. ഒരു ഫിൽസ് പോലും അതിൽ ഹറാമുണ്ടാകരുത്. ഹറാമെന്ന് മാത്രമല്ല, ഹത്താ മിന ശുബ്ഹതി, ഹറാമോ ഹലാലോന്ന് തിരിച്ചറിയാത്ത ഒരു പൈസ പോലും അതിൽക്ക് കൂടാൻ പാടില്ല. കൂടിയ ഹജ്ജ് അല്ലാഹു തആല ഖബൂലാക്കൂല. മനസ്സിലാക്കണം. അതുകൊണ്ടാണ് മറ്റൊരാളുടെ ധനം കൊണ്ട് പോകുന്നതിനേക്കാൾ പോകേണ്ടത് അവനാന്റെ ധനം. ശ്രദ്ധിക്കണം. എന്തുകൊണ്ട്? ഈ ധനത്തെക്കുറിച്ച് പൂർണ്ണമായ വിവരം ആർക്കേ ഉള്ളൂ? പറഞ്ഞത് കേട്ടോ, പറഞ്ഞത് പ്രധാനപ്പെട്ട വിഷയമാണ് ഈ പറയുന്നത്, നല്ലോണം മനസ്സിലാക്കുന്നത് പ്രധാനപ്പെട്ട വിഷയമാണ്. ഇതിന് ചെലവഴിക്കുന്ന ധനം ഖാലിസായ ഹലാലാക്കണം. ഖാലിസറം, നിഷ്കളങ്കം, ഒരു പിൽസ് പോലും അതിൽ ഹറാമുണ്ടാകാൻ പാടില്ല. ഹത്താ മിന ശുബ്ഹതി, അതായത് ഹറാലോ ഹലാലോ ഹറാമോ തിരിച്ചറിയാത്ത ധനം പോലും അതിലുണ്ടാകാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്, വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഫുഖഹാക്കൾ ഒരിടത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇൻകാന ഇൻദഹു മാലുൽ കസ്ബി വമാലു തരികതി. മനസ്സിലായില്ല? ഒരാളെ കയ്യിൽ 2 ധനമുണ്ട്. നിങ്ങൾ ഉറങ്ങിയാൽ ഞാൻ പറഞ്ഞു തരൂല, നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? നിങ്ങളിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ടല്ലോ, നിങ്ങളിൻ്റെ കൂടെ വരുന്നില്ലേ? എൻ്റെ കൂടെ വരുന്നില്ലേ? ഒരു സ്വലാത്തിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ്. ശ്രദ്ധിക്ക് പറഞ്ഞ ശ്രദ്ധിക്ക് ഇങ്ങോട്ട് നോക്ക്, ശ്രദ്ധിക്ക്. ഒരാളെ കയ്യിൽ മാലുൽ കസ്മുണ്ട്, മാലുൽ ഇർഫുമുണ്ട്. അതായത് അനന്തരമായി കിട്ടിയ മുതലും കയ്യിലുണ്ട്, അവൻ അധ്വാനിച്ച മുതലും കയ്യിലുണ്ട് എങ്കിൽ ഹജ്ജിന് പോകാൻ ഉപയോഗിക്കേണ്ടത് അവൻ അധ്വാനിച്ച മുതല. എന്തുകൊണ്ട്? 1, അവന്റെ അധ്വാനം അതിലുണ്ട്, അധ്വാനിച്ച മുതല. 2, അതിന്റെ ഹലാൽ ഹറാമിനെ കുറിച്ച് അവന് പൂർണ്ണമായ ബോധ്യമുണ്ട്. മാലുൽ മീറാസ്, മാലുൽ ഇർസ്, മാലു തരിക്കത്തിനെ പറ്റി അങ്ങനെ ഉറപ്പൊന്നും ഇല്ല.
ശുഭത്തുണ്ടാവാം. മനസ്സിലാവുണ്ട് പറഞ്ഞത്? ഇത് പരമ്പരയായി വല്യാപ്പായി കിട്ടിയതാണ്. ഒരു പക്ഷേ അതിൽ തിരിച്ചറിയാത്തതൊക്കെ ചിലപ്പോൾ എന്താ നിങ്ങൾക്ക് പറയാൻ മടിയുണ്ടോ? ചിലപ്പോൾ ഉണ്ടാവാം. ഉണ്ടാവും എന്ന് പറയണ്ട, ഉണ്ടാവാം. ശുഭത്തി എന്നാ പറഞ്ഞത്. അതുകൊണ്ടാണ് ഒരാൾ പരമാവധി പോകേണ്ടത് അവനവന്റെ ധനം കൊണ്ടാണ്. അത് പരമാവധി ശ്രദ്ധിക്കണം. അത് എന്നോട് ചിന്തിക്കേണ്ടതാണ്. ഖാലിസായ ഉണ്ടെങ്കിൽ അതന്നെ ചെയ്യേണ്ടത്. മക്കൾ ഒരു പക്ഷെ അയച്ചു തരുന്ന ധനം കൊണ്ട് ഹജ്ജിന് പോവാം, വിരോധമൊന്നുമില്ല കേട്ടോ, പോവാം. പക്ഷേ ബാപ്പാന്റെ കയ്യിൽ ബാപ്പ അധ്വാനിച്ച് ചുമടേറ്റിയിട്ട് റോഡ് സൈഡിൽ 5 സെന്റ് ഭൂമി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ബാപ്പാക്ക് നല്ലത് കൊണ്ടുപോകണം. കാരണം ഇന്നത്തെ കാലാണ്. നമുക്ക് ഇന്നത്തെ അവസ്ഥയൊന്നും സത്യത്തിൽ അറിയില്ല. ഈ അയച്ചു തരുന്ന ധനത്തിൽ എങ്ങനെയൊക്കെയുള്ള അവസ്ഥ പലപ്പോഴും നമുക്ക് ഉറപ്പൊന്നും, ഞാൻ പറഞ്ഞ കുറ്റം പറയല്ല, പലപ്പോഴും നമുക്ക് ഉറപ്പൊന്നും. നിങ്ങൾ എന്താ എൻ്റെ ഒപ്പം വരാത്ത? നിങ്ങൾക്ക് ദേഷ്യമായി തോന്നും. ഇത് ഞാൻ പറയുന്നത് വിഷമമുണ്ടോ? ഇത് ഞാൻ പറയുന്നതിൽ വിഷമമുണ്ടോ? അല്ല, ഉറപ്പില്ലല്ലോ. ഇപ്പം ഒരാൾ ഒരാൾക്ക് തരുന്ന പൈസ നമുക്ക് ഉറപ്പുണ്ടോ? ഇല്ല. നേരെ മറിച്ച് അധ്വാനിച്ച് കച്ചവടം ചെയ്ത് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ചുമടേറ്റി കഷ്ടപ്പെട്ട് റോഡ് സൈഡിൽ വാങ്ങിയ 10 സെന്റ് ആണെങ്കിലും 1 ഏക്കറാണെങ്കിലും നമുക്കതിനെപ്പറ്റി ഉറപ്പുണ്ട്. അതിൻ്റെ താഴ്വാണ്. ആ ഭൂമിയിൽ നിന്ന് ഇതിൻ്റെ വിയർപ്പ് നാറുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമ്മൾ പറയും. അപ്പൊ അതാണ് ഏകദേശം ഒരാൾ തന്നേൽപ്പിക്കുന്ന ധനത്തിനേക്കാൾ നല്ലത് അവനവന്റെ സ്വന്തം കസ്ബിന്റെ ധനം കൊണ്ടുപോകലാണ്. മാലുൽ ഇർസും മാലുൽ കസ്ബും ഉണ്ടെങ്കിൽ ഏറ്റവും അഫ്ളൽ മാലുൽ കസ്ബ് കൊണ്ടുപോകലാണ്. അനന്തര സമ്പത്തിന്റെ ധനത്തിനേക്കാളും നല്ലത് സ്വന്തം ധനമാണ്. അതാണ് ലിയഹ്രിസ്, അവൻ പരമാവധി അത്യാഗ്രഹിയാകണം. അന്തക്കൂന പരമാവധി അത്യാഗ്രഹിയാകണം. മനസ്സിലായില്ല? ലിയഹ്രിസ് പരമാവധി അത്യാഗ്രഹിയാകണം. അന്തക്കൂന നഫഖതുഹു ഹലാലൻ ഖാലിസൻ ഹത്താ മിന ശുബ്ഹതി, തിരിച്ചറിയാത്ത ധനം പോലും അതിൽ കയറാൻ പാടില്ല. നോക്കൂ നിങ്ങൾ, അവിടെ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഇദാ ഖറജ ബിൻ നഫഖത്തിൽ ഖബീസ, ഒരാൾ മോശപ്പെട്ട ധനവും കൊണ്ട് ഹജ്ജിന് പുറപ്പെട്ടാൽ ഫവളഅ റിജ്ലഹു ഫിൽ ഖുർസി, അങ്ങനെ അവൻ വാഹനത്തിലേക്ക് അവന്റെ കാലെടുത്തു വെച്ചാൽ ഫനാദാ ലബ്ബൈക ലബ്ബൈക എന്നവൻ വിളിച്ചു പറഞ്ഞാൽ, മനസ്സിലായില്ല? മോശപ്പെട്ട ധനം കൊണ്ട് ഹജ്ജിന് പോകുന്നു ഇവൻ, നേരെ ഫ്ലൈറ്റിലേക്ക് വാഹനത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന് വിളിച്ചു പറയാണ് എങ്കിൽ നാദാഹു മുനാദിൻ മിനസ്സമായി, ആകാശത്തു നിന്നൊരു മലക്കിനെ വിളിച്ചു പറയാൻ അല്ലാഹു ഏൽപ്പിക്കും. ലാ ലബ്ബൈക വലാ സഅദൈക, നിന്റെ ലബ്ബൈകയും വേണ്ട, നിനക്കൊരു വിജയവുമില്ല. എന്തുകൊണ്ട്? സാദുക ഹറാമുൻ വനഫഖതുക ഹറാമുൻ വഹജ്ജുക മഅ്സൂറുൻ ഗൈറു മബ്റൂർ. സാദുക ഹറാം, നീ കൊണ്ടുപോകുന്ന ഭക്ഷണം ഹറാമല്ലേ. വനഫഖതുക ഹറാം, നിന്റെ ചെലവഴിക്കുന്ന മുതൽ മുഴുവനും ഹറാമല്ലേ. വഹജ്ജുക മഅ്സൂറുൻ, നിന്റെ ഈ ഹജ്ജ് കൊണ്ട് നിനക്ക് കുറ്റമാണ്. ലാ മബ്റൂറുൻ, കൂലിയല്ല, നേട്ടമല്ല, ഗുണമല്ല എന്ന് ആകാശത്തുനിന്ന് വനാദാ മുനാദിൻ മിനസ്സമായി, ഇവൻ ലബ്ബൈക പറയുമ്പോൾ ലാ ലബ്ബൈക ലാ ലബ്ബൈക എന്ന് പറയാൻ ഒരു മലക്കിനെ അല്ലാഹു ഏർപ്പെടുത്തുമെന്ന് ഇമാം തബ്റാനി രേഖപ്പെടുത്തിയ ഹദീസ് ഹബീബാ റസൂലുള്ളാഹി. ഇമാം നവവി തങ്ങൾ ഇലാഹിൽ പറയുന്നുണ്ട്, ശ്രദ്ധിക്കുക. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ, അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. മനസ്സിലായില്ലേ? എത്ര പറഞ്ഞു? 6 നഫഖ, വളരെ ഖാലിസായ ഹലാലാക്ക. ഇതെല്ലാം ശ്രദ്ധിക്കുക, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി മറ്റൊരു കാര്യം, ധനം കൊണ്ടുപോകുമ്പോൾ കുറച്ച് ധനം കൂടെ കരുതുക, കൂടുതൽ കരുതുക. ടോയ്സ് വാങ്ങിപ്പോരാനല്ല. ലിവാസി മിൻഹുൽ മുഹ്താജീന, ആവശ്യക്കാർക്ക് അതിൽ നിന്ന് നൽകാൻ വേണ്ടി. കുടുങ്ങിയ ഒരു മനുഷ്യൻ ചിലപ്പോൾ പോക്കറ്റ് അടിച്ച് പോയിട്ടുണ്ടാവും. അത്തരം ഒരാൾ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ, എൻ്റെ കുടുങ്ങിയാലോ 1 റിയാൽ പോലും ഇല്ലെങ്കിലോ, ബേജാറാവണ്ട, നിനക്കും കൂടിയുള്ള പൈസ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയാം. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അതൊക്കെ അത്തരം രംഗത്തുള്ള ഒരു സ്വതക്കുണ്ടല്ലോ, അതൊക്കെ നമ്മളെ ജീവിതത്തിലുള്ള എല്ലാ കുറ്റം ഒഴിവാക്കിക്കളയും. അതൊരു ഹജ്ജിന് ഖാലിസായ ഹജ്ജ് ചെയ്യുന്ന ഒരു മനുഷ്യന്റെ പൈസ നഷ്ടപ്പെട്ടു പോയി. ആ നേരത്തെ നമ്മൾ അവിടുന്ന് മതാഫെന്ന് അറഫയെന്ന് വിനയെന്ന് പറഞ്ഞു. പേടിക്കണ്ട, അത് ബേജാറാവണ്ട, നിന്റെ കയ്യിൽ പിന്നെയും പൈസ ബാക്കിയുണ്ട്, നിങ്ങൾ ബേജാറാവണ്ട, നിങ്ങൾക്കുള്ള വിഷയം മുഴുവനും ഞാനുണ്ട്, എൻ്റെ കയ്യിലുണ്ട് എന്ന്. കടം കൊടുത്താൽ തന്നെ കൂലിയുണ്ട് അവിടെ, കടം കൊടുത്താലും കൂലിയുണ്ട്. മനസ്സിലാവണില്ല നിങ്ങൾക്ക്? കാരണം കുടുങ്ങിയ ഒരു നേരം അല്ലാഹുവിന്റെ ഹറമിലോ മറ്റോ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഭക്ഷണവും ചെലവ് സംഖ്യയും കൂടുതൽ കരുതേണ്ടതാണ്.
അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു. അതുപോലെ തന്നെ യുസ്തഹബു തർക്കുഹുൽ മുമാഖഹ ഫീമാ യസ്തരീഹി ലി അസ്ബാബി